ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയും കിരണും അവിടേക്ക് വന്നിരിക്കുകയാണ്, അമ്മയുടെ വീട്ടിലേക്ക്. അങ്ങനെ ആ സമയത്ത് ശാരിയും സരയും ഉണ്ടല്ലോ. അപ്പോൾ സരയു പറയുന്നുണ്ട്, അമ്മേ കല്യാണിക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, എന്നാ ഇറങ്ങട്ടെ കല്യാണി എന്നും പറഞ്ഞ് അവളുടെ കവിളിലൊന്നും നുള്ളിയതിന് ശേഷം നമ്മുടെ സരയു അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ ശാരി പറയുന്നുണ്ട്, മോളെ കുറിച്ച് തന്നെയായിരുന്നു സരയു പറഞ്ഞിരുന്നത്, മോളുടെ ഭാഗ്യത്തിനെ കുറിച്ചും മോളുടെ ജാതകത്തിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതൊക്കെ ഇനിയിപ്പോ എന്തിനാ പറയുന്നത് എന്ന് കിരൺ ചോദിക്കുകയാണ്. ഇവളുടെ സഹോദരനും ഇവളുടെ അച്ഛനൊക്കെ ആദ്യമൊക്കെ മോശമല്ലായിരുന്നു, അവരൊക്കെ നന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരുടെ ജീവിതം, അവർക്ക് വേണ്ട എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ മാറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സരയുവിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. സരയു ആണെങ്കിലും ആദ്യം മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വളരെ മോശമായ അവസ്ഥയിൽ. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ജീവിതത്തിലേക്ക് അവളെ പിടിച്ചുകൊണ്ട് വരികയാണ്, കൈ പിടിച്ചുകൊണ്ട് വരികയാണ്. അവൾക്ക് എന്ത് സഹായത്തിനും ഞങ്ങൾ കൂടെയും ഉണ്ടാകും. അവള് ആദ്യം വളരെ മോശം സ്വഭാവമല്ലായിരുന്നത്, ഇപ്പോൾ സരയു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ RS കൺസ്ട്രക്ഷൻ ആയി. അപ്പോൾ സരയുവിന്റെ പേരിലായതുകൊണ്ട് തന്നെ അവൾക്കും ആ കമ്പനിയിൽ ഒരു ലാഭവിഹിതം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ ആന്റിയോട് ഇങ്ങനെ കിരൺ പറഞ്ഞ സമയത്ത് ശാരി മനസ്സിൽ കരുതിയാണ്, അതൊന്നുമല്ല മോളെ അവൾക്ക് ഇപ്പോൾ വേണ്ടത്, അവൾക്ക് വേണ്ടത് അവൾക്ക് മോനെ കിട്ടണം, അതാണിപ്പോൾ അവളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ ശാരി ചോദിക്കുന്നുണ്ട്, എല്ലാ മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് കല്യാണിയോട് ചോദിക്കണം. കല്യാണി പറയുന്നുണ്ട്, എന്തായാലും മതി ആൻറ്റി, ഇവിടെ ഉണ്ടാക്കണം, എന്തായാലും മതി എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി മോളെ ഞാൻ അടുക്കളയിൽ പോട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും നമ്മുടെ ശാരി പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയുവിനെ തന്നെയാണ് കാണിക്കുന്നത്. സരയു കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സരയു തൻ്റെ ഫോൺ എടുത്തിട്ട് ശാരിയെ വിളിക്കുകയാണ്. അപ്പൊ ശാരിയാണെങ്കിൽ അടുക്കളയിൽ പാചകത്തിലാണ്. അപ്പൊ വേഗം ചെന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, അമ്മേ ഞാനാണ്, എനിക്ക് ഒന്ന് കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മോളെ ഇപ്പോഴോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തിനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ മതി, കാണാൻ പറ്റൂല്ലേ, ഞാനൊരു സ്ഥലം പറയും, അവിടേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നെ കാണാനാണ് വരുന്നത് എന്ന് അവിടെ ആരും അറിയണ്ട, മാർക്കറ്റിലൂടെ ആണെന്ന് പറഞ്ഞ് പോന്നാൽ മതി എന്നും പറയുകയാണ്. ശരി മോളെ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അങ്ങനെ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കല്യാണി വരികയാണ്. എന്താ മോളെ അടുക്കളയിലോട്ട്, എന്താ വേണ്ട എന്ന് ചോദിക്കുകയാണ്. എല്ലാം അതിൻ്റെ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറഞ്ഞൊരു കുപ്പി വെള്ളം എടുത്തിട്ട് കുടിക്കുന്നുണ്ട്. മോൾക്ക് ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുകയാണ് ശാരി. അപ്പോൾ വേണ്ട ആൻറ്റി, ഇത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല മോളെ, ഈ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇതിൽ കുറവാണ്, അപ്പോൾ മോള് വന്നതല്ലേ, നല്ലോണം ഭക്ഷണം കഴിക്കേണ്ടതിൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടേ, അതുകൊണ്ട് എത്ര നാളെത്തിയിട്ടാണ് മോൾ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് തന്നെ മോൾക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരാം മാർക്കറ്റിലോട്ട് പോയിട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ശാരി ആണെങ്കിൽ സരയുവിൻ്റെ അരികിൽ വന്നങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരയു എന്താ മോളെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ അമ്മയെ കണ്ടുപോയതിന് ശേഷം മറ്റൊരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അയാൾ ഇന്ന് രാത്രി ആൻറ്റിയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വാതിലൊന്ന് തുറന്നു കൊടുക്കണം എന്ന് പറയുകയാണ്, കൊല്ലാനായിട്ട്. അപ്പോൾ ആര്, എന്തിനാ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ശാരി. അപ്പോൾ ആ സമയത്ത് കല്യാണിയെ കൊല്ലാൻ തന്നെ എന്നിങ്ങനെ സരയു തറപ്പിച്ച് പറയുകയാണ്. എന്തിനാ മോളെ, അത് വേണോ, ഇപ്പോൾ അവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നില്ലേ, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, രൂപയ്ക്കാണെങ്കിലും ചന്ദ്രേട്ടനാണെങ്കിലും നമ്മളെ ഒന്നും യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല, അപ്പോൾ അത് വേണോ മോളെ, വേണം, എന്താ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും, ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അച്ഛനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ജീവിച്ചതാണ്, എനിക്ക് വേണ്ടി ജയിലിൽ കിടന്നതാണ്, അവസാനം മരണത്തിലേക്ക് പോയതും എനിക്ക് വേണ്ടി തന്നെയാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സുഖം അവിടെ കിട്ടുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, നിങ്ങൾക്ക് തിന്നാൻ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ, അതല്ല ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാരിയെ ചൊടിപ്പിക്കുന്നുണ്ട് നമ്മുടെ സരയു. അപ്പോൾ ആ സമയത്ത് ശാരി പറയാണ്, ശരി മോളെ എന്താന്ന് വെച്ചാൽ മോള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുമകളെയും എന്നെയും നിങ്ങൾക്ക് മകളായി കിട്ടും, ഇല്ലെങ്കിൽ അതുണ്ടാകില്ല എന്ന് പറയുമ്പോൾ മോൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാമെന്ന് ശാരി സമ്മതിക്കുകയാണ്. എന്നാൽ ശരി, ഇന്ന് ഞാൻ പോകുന്നത് ആരെ കാണാനാണ് മോളെ എന്ന് ചോദിക്കുകയാണ്. അതെ, വിക്രത്തിൻ്റെ കൂട്ടുകാരൻ പയസ്, അവനെ കാണാനാണ്. എന്തായാലും വിക്രത്തിനെ കൊന്നതിൻ്റെ പേരിൽ അവർക്കൊക്കെ നല്ല ശത്രുതയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും, അവളെ കൊന്നിട്ട് അങ്ങോട്ട് പൊക്കോളും, ആരും സംശയിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും ശാരി പറഞ്ഞു നോക്കുന്നുണ്ട്, വേണ്ട മോളെ അതൊക്കെ വേണോ എന്നൊക്കെ എന്നെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നും പറഞ്ഞ് അവളെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട്, എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും, എന്നാൽ ശരി മോള് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന് ശാരി സമ്മതിക്കുകയും ചെയ്യുകയാണ്. സരയു കാറിൽ അങ്ങനെ കയറി പോകുന്നുണ്ട്. ഈശ്വര എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ശാരി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം
നമ്മുടെ സരയു പോകുന്നത് ഈ പയസിനെ കാണാൻ വേണ്ടി തന്നെയാണ്. പയസ് അങ്ങനെ അവിടെ കാത്തിൽക്കാണ്. അപ്പോൾ പയസിനോട് പറയുന്നുണ്ട്, ഞാനേ ഈ നിനക്ക് വിക്രം മരിച്ചതിൽ വിഷമില്ലേ എന്ന് ചോദിക്കാം. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ തലേ ദിവസം വരെ ഞാൻ അവനെ കണ്ടതാണ്, സംസാരിച്ചതാണ്. അവന് ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നില്ല, കല്യാണിയൊക്കെ ഇല്ലാതാക്കണമെന്ന്. പക്ഷെ അവൻ്റെ ആഗ്രഹം നടന്നില്ല. ആ കല്യാണിയാണ് ഇപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലുള്ളത്, അതായത് അവളുടെ ഭർത്താവിൻ്റെ തറവാട്ടിൽ ഇപ്പോൾ ഉണ്ട്. അവിടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ കൊല്ലാൻ പറ്റും? അപ്പോൾ പറ്റുമെന്ന് പറയുകയാണ്. എന്നാൽ എൻ്റെ കയ്യിൽ തോക്ക് ഒരെണ്ണം ഉണ്ടായിരുന്ന വിക്രത്തിന് കൊടുത്തു, ഇനിയിപ്പോൾ അതുപോലെ ഒരെണ്ണം സംഘടിപ്പിക്കാൻ എളുപ്പമല്ല എന്ന് പറയുമ്പോൾ പയസ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, എൻ്റെ മൂർച്ചയുള്ള കഠാരയുണ്ട് എന്ന് പറയണം. എന്നാൽ അത് മതി. എന്തായാലും നിങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ അമ്മ വാതിൽ തുറന്നു തരും. അപ്പോൾ അന്ന് തന്നെ അവൾ ഉറങ്ങിക്കിടക്കുന്ന അവളെ കുത്തി കൊല്ലണമെന്നിങ്ങനെ പറയുകയാണ്. അത് ഞങ്ങൾ ഏറ്റു എന്നും പയസ് മറുപടി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പൈസ കൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല, എനിക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ട്, കൂടുതൽ ശമ്പളം തന്നെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എത്ര പൈസ വേണമെങ്കിലും തരാമെന്നും പറഞ്ഞ് പൈസയുടെ കെട്ടെടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. ഒരു കെട്ടെടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ പൈസ ഇന്ന് എന്തായാലും പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാരണവശാലും എൻ്റെ പേര് പറഞ്ഞു പോകരുത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരിക്കലുമില്ല, എന്തിനാ നിങ്ങളുടെ പേര് പറയേണ്ട ആവശ്യം? കാരണം എൻ്റെ കൂട്ടുകാരനാണ് മരിച്ചത്, അവന് ആ ഒരു വിഷമത്തിൽ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും സരയും പയസും കൂടി പിരിയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും അതുപോലെ കിരണും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ കിരൺ ഷർട്ടൊക്കെ ഇട്ടിട്ട് രാവിലെ അല്ല വൈകിട്ട് രാത്രി സമയത്ത് ഹോസ്പിറ്റലിലേക്ക്, ചന്ദ്രസേന മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ, അപ്പോൾ അവിടേക്ക് കൂട്ടിന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, പിന്നെ ശ്രദ്ധിക്കണം, നീ നന്നായി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയാണ്. ഞാനും കൂടി വരാം കിരണേട്ട എന്ന് പറയുമ്പോൾ വേണ്ട, നീ വരുന്നതിൽ കുഴപ്പമില്ല, നീ ഇപ്പോൾ പതുക്കെ നടന്നു തുടങ്ങി, കമ്പനിയിലോട്ടൊക്കെ പോയി തുടങ്ങി, പക്ഷേ അവിടെ വന്നിരുന്നാൽ ഉറക്കം നഷ്ടപ്പെടും, ഉറക്കം ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടേണ്ട സമയമാണ്, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ വരണ്ട എന്ന് പറഞ്ഞത്, നീ ഇവിടെ നിന്നാൽ മതി. എന്തോ കിരണേട്ട എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ഭയം പോലെ, എന്തോ ഒരു പ്രശ്നം പോലെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് സാരില്ല, എന്തിനാ ഇനിയിപ്പോൾ പ്രശ്നം, പേടിക്കേണ്ട ആവശ്യം എന്താ, അവൻ മരിച്ചു, ഇനി ആരും ശത്രുക്കളായി നമുക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും താരയാൻറ്റി ഇങ്ങോട്ട് വിളിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ താരയാൻറ്റിയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ കല്യാണം ഇങ്ങനെ പറയുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് കിരണം മറുപടി പറയുകയാണ്. എന്താണാവോ ഇടയ്ക്ക് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടായിരുന്നു, ഇനിയിപ്പോൾ അപകടങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ പോയിട്ട് വരാം കല്യാണി എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ അവിടെ നിന്നും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന്, പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും നിനക്ക് വയ്യായ വല്ലതും വരികയാണെങ്കിൽ ഞാൻ ഇവിടേക്ക് ഓടി വരാം, ഹോസ്പിറ്റലിൽ അടുത്തല്ലേ, കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കിരൺ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ കല്യാണിയുടെ മനസ്സിൽ എന്തോ വളരെ വിഷമം, തനിക്കെന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി കിരൺ പോകുന്നത് നോക്കി നിൽക്കുന്ന കല്യാണിയെ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്